ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ് ആദ്യം തന്നെ കാണിക്കുന്ന ഹരീഷും നീതു ഫോൺ വിളിക്കുന്നതാണ്. അല്ല, തറവാട്ടമ്പലം എവിടാ? മാടായിപ്പാറ. അത് അവിടെയാന്ന് ഇത്രയും കാലം അറിയാത്തത് കൊണ്ടാ പോവാതിരുന്നേ. നാളെ വേണമെങ്കിൽ ഒരു ബസ്സിൽ കയറി ഞാൻ അങ്ങോട്ട് വരാം. അതൊന്നും വേണ്ട, അത് പ്രശ്നമാവും. അതെ, അവിടെ കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട്. അതൊന്നും സാരമില്ല, വേണ്ട, ഇത്തവണ ഞങ്ങൾ പോയിട്ട് വരാം. അത് കഴിഞ്ഞ് നമുക്ക് എപ്പോഴെങ്കിലും പോവാം. അടുത്ത ആഴ്ച. ആ ശരി. പോയാൽ നീ എന്നെ ഫോൺ വിളിക്കത്തില്ലേ? വിളിക്കും. ഒരു പ്രാവശ്യം നീ എത്ര തവണ എന്നെ വിളിക്കും? സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കും. അതുപോരെ, മറക്കല്ലേ? ഇല്ലാന്നേ, ശരിക്കും എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. എനിക്കും. അമ്മേ, വിശക്കുന്നു. എടി, നിന്റെ ചേട്ടൻ വന്നോ? വന്നു. ഹരീഷേ, നീ ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണേ. എന്താടി ഒരു ഇളി? ഞാനിപ്പോൾ ഫോണിലെ ഹരീഷുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നാളെ അവരെല്ലാവരും കൂടെ തറവാട്ടമ്പലത്തിലേക്ക് പോവുകയാണ്. 3-4 ദിവസം എന്തോ പൂജ എങ്ങാണ്ട്. ഞാനും അവരോടൊപ്പം പോയാലെന്താന്നാ. പിന്നെ വിചാരിച്ചു കല്യാണം കഴിഞ്ഞ് പോവാന്ന്. പിന്നെ വിചാരിച്ചു അടുത്ത വർഷം പോവാന്ന്. എന്താ നോക്കുന്നേ? അടുത്ത വർഷം കല്യാണം നടക്കത്തില്ലെന്നോ? ബെറ്റ് വെക്കുന്നോ? നീ അതൊന്നും ശ്രദ്ധിക്കാതെ കഴിക്കാൻ നോക്ക്. അവൾ നിന്നെ ദേഷ്യം പിടിപ്പിച്ച് മനഃപൂർവ്വം കഴിപ്പിക്കാതെ എണീപ്പിക്കാനുള്ള പരിപാടിയാണ്. നീ കഴിക്കാൻ നോക്ക്. പറ ഹരീഷേ, നീ എന്തിനടി അതൊക്കെ പറയാൻ പോയത്? നമ്മൾ രണ്ടൊരു സ്നേഹത്തിലാണെന്നും കല്യാണം കഴിക്കാൻ പോവാന്നും പറയുമ്പോഴേ അവൻ്റെ മുഖത്തൊരു ദേഷ്യം വരും. അത് കാണുമ്പോൾ എനിക്ക് ചിരി വരും. വെറുതെ ചിരിക്കാനുള്ള ചാൻസ് മിസ് ചെയ്യണോ? പിന്നെ കാണിക്കുന്ന സുഭാഷ് ഏട്ടൻ്റെ വീടാണ്. ദേ വണ്ടി വന്നു. എല്ലാവരും റെഡിയല്ലേ? നികേഷ് ഇറങ്ങിയിട്ടില്ല. അവനെന്താ ഇത്രയും നേരം റെഡിയാവാത്തെ? ഇത്രയും സമയമായില്ലയോ? എടാ നികേഷേ, ഇറങ്ങടാ. നിധി സുധീഷും ബാഗ് കൊണ്ടുവെക്കുന്നു. അപ്പം അവരെ തല മുട്ടുന്നു. എന്താ സോറി, ഒന്ന് ശ്രദ്ധിച്ചൂടെയോ? പെട്ടെന്ന് തല കുനിക്കൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഒന്നുകൂടെ മുട്ടിക്കണോ? എന്തിന്? അല്ല, തമിഴ് പടത്തിൽ കണ്ടിട്ടുണ്ട് കൊമ്പ് മുളയ്ക്കുമെന്ന്. ഇങ്ങനെ പറ്റിയാലേ തെലുങ്ക് പടത്തിൽ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്ന ഒരു സീനുണ്ട്. എന്താ ചെയ്യണോ? വേണ്ട, എല്ലാം എടുത്തു വെച്ചോടാ. ആ, ഇതൂടെ വെച്ചോ. അച്ഛനും കൊണ്ട് കവർ വെക്കുന്നു. ഇയാളല്ലേ ബസ്സിൽ പോകണമെന്ന് പറഞ്ഞത്? വിടടാ, വരട്ടെ. അപ്പം വണ്ടിയിൽ ഒരു സ്വൈര്യം കാണത്തില്ല. വണ്ടി വിടലേ, ചെറിയ പെട്ടി വെക്കാനുണ്ടേ. എടാ, 2 ദിവസത്തെ പരിപാടിയാ, അല്ലാതെ 1 മാസത്തെ പരിപാടിയല്ല. സാരമില്ല, അമ്പലത്തിൽ വേറെ ആൾ വരുമല്ലോ. അപ്പോഴത്തേന് മാറ്റി മാറ്റിയിട്ട് ഇമ്പ്രസ് ചെയ്യാന്ന് വിചാരിച്ചു. എല്ലാവരും കയറാ. അല്ല, അച്ഛനെ കണ്ടില്ലല്ലോ. ബസ്സിൽ വന്നോളും. അത് മോശമല്ലേ? എന്ത് മോശം? നിക്ക് എന്ന് പറഞ്ഞോണ്ട് അച്ഛൻ വരുന്നു. എടാ സുധീഷേ, അമ്പലത്തിലേക്ക് പോവില്ല, ആചാരപ്രകാരം പോവാ. ഈ 4 നാരങ്ങ ടയറിൻ്റെ അടിയിൽ വെക്ക്. തേങ്ങ കർപ്പൂരം കത്തിച്ച് തേങ്ങയൊക്കെ പൊട്ടിക്കുന്നുണ്ട്. സുധീഷ് നിധിയെ കണ്ണാടി കൂടെ നോക്കി വണ്ടി ഓടിക്കുന്നു. എടാ, നേരെ വണ്ടി ഓടിക്ക്. ഇത് ഹൈവേ ആണ്. വന്ന് തട്ടിക്കഴിഞ്ഞാൽ പൊടി പോലും കിട്ടത്തില്ല. എന്തിനാച്ചാ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നത്? എടാ, ഞാൻ പറഞ്ഞതാ ആവശ്യമുള്ള കാര്യം. അവൻ വണ്ടി ഓടിക്കുമ്പോഴേ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിസ്റ്റർ ഭാസ്കരൻ, ഇവിടുന്ന് ഈ മാടായിപ്പാറയിലേക്ക് എത്ര കിലോമീറ്റർ ആവുമെന്ന് അറിയാമോ? മിസ്റ്റർ ഡ്രൈവർ, നേരെ നോക്കി ശ്രദ്ധയോടെ വണ്ടി ഓടിച്ചാൽ മണിക്കൂറിൽ 70 മീറ്റർ, ശ്രദ്ധയോടെ വണ്ടി ഓടിച്ചാൽ 1.25 മണിക്കൂർ. ഓക്കെ. അല്ല, നമ്മൾ അവിടെ എവിടെയാ താമസിക്കുന്നത്? ടൗണിൽ ചെന്നിട്ട് വല്ല ലോഡ്ജെങ്ങാനും നോക്കണം. അതൊന്നും വേണ്ട. എടാ സുഭാഷേ, ഇതങ്ങോട്ട് കൊടുത്തേ. ഇത് മണി എന്ന പേരുള്ള അയാളുടെ നമ്പറാണ്. ഇത് വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ എല്ലാം അറേഞ്ച് ചെയ്ത് തരും. ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അമ്പലത്തിൽ വരുന്നവർക്ക് കുളിച്ച് താമസിക്കാനേ വീടൊക്കെ ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം അവ ശരിയാക്കി കാണും. അപ്പോഴേ ഞാനൊന്ന് ഉറങ്ങാൻ പോവാ. മാടായിപ്പാറ എത്തുമ്പോഴേ എന്നെ വിളിച്ചാൽ മതി. ഓ തമ്പ്ര. എടാ, എത്തിയോടാ? ഇതാണ് അവർ പറഞ്ഞ സ്ഥലം. ഇനി ഇവിടുന്ന് എങ്ങോട്ടാണ്? നീ ആദ്യം പുറത്തോട്ടിറങ്ങ. എന്നിട്ട് ഞാൻ തന്ന നമ്പറിലേക്കൊന്ന് വിളിച്ചു നോക്ക്. എടാ, ഇറങ്ങടാ. ഹലോ, മണിച്ചേട്ടനല്ലയോ? ആരാ? ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു. തിരുവനന്തപുരത്തു നിന്ന് വരുന്ന ഒരു ഫാമിലി. ഭാസ്കരൻ എന്ന് വിളിച്ച ആളാണോ? അതെ. നിങ്ങളിപ്പോൾ എവിടെയാണ്? ഞങ്ങളിപ്പോൾ ഇവിടുത്തെ ലൊക്കേഷനൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ, അവിടെ നിന്നാൽ മതി, ഞാൻ വരാം. ആ ശരി. അയാളിപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന്. അച്ഛൻ അങ്ങോട്ട് പോന്നു. എവിടെ പോന്നു? എവിടെയെങ്കിലും പോയി വഴി തെറ്റല്ലേ? എൻ്റെ നാട്ടിൽ വന്ന് എന്നെ വഴി പഠിപ്പിക്കുന്നോ? എവിടെ താമസിക്കുന്നതെങ്കിലും അറിയണ്ടായോ? എടാ, അവിടത്തേക്കുള്ള വഴി കണ്ടുപിടിച്ച് തരാൻ ഭാസ്കരൻ അറിയാമെങ്കിൽ അവിടേക്ക് വരാനും ഭാസ്കരൻ അറിയാം. എടാ, ഈ നാട് എന്നെ മാടി വിളിക്കുന്ന കണ്ടില്ലേ? ബാവുണ്ണ വാ, ഇതാണ് ബൈവ്. നമ്മുടെ പഴയ ഷാപ്പ് അവിടെ തന്നെ ഉണ്ട്. അതെൻ്റെ പിള്ളാരാ. നമുക്ക് പോവാം. 2 എണ്ണം അടിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അതെ, ഭാസ്കരൻ നാളെ വിളിച്ച. ആ, ഞങ്ങളാ. അച്ഛനിപ്പോൾ അങ്ങോട്ട് പോയതേ ഉള്ളൂ. എങ്ങോട്ട്? ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞ്. ഭാസ്കരൻ്റെ ആരാണ്? മക്കള്. എന്നാ എൻ്റെ പിന്നാലെ വന്നോളൂ. ഇതാണ് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ വീട്. ഈ ഭാഗത്ത് റിസോർട്ടുകളൊക്കെ കുറവാണ്. ടൗണിൽ കുറച്ച് റിസോർട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ മാടായിപ്പാറ തറവാട്ടുകാർ ഇവിടെ താമസിക്കുന്നത്. ഹോട്ടലുകളിൽ ശുദ്ധാനുഷ്കാരം പാലിക്കാൻ പറ്റത്തില്ലല്ലോ. അത്ര ആളുകളുടെ തറവാട്ടമ്പലമാണ്. 100-100 കൊല്ലം പഴക്കമുള്ള അമ്പലമാണ്. എത്രയെത്ര ആളുകൾ ശാഖകളായിട്ട് പിരിഞ്ഞ് രാജ്യത്തിൻ്റെ ഏതൊക്കെ കോണിലുണ്ടെന്ന് അറിയാമോ? അവരുടെയൊക്കെ തറവാട്ടമ്പലം ഇതാണ്. നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ താമസിക്കാൻ പറ്റുമോ? നോക്കാം. മോനെ, അകത്ത് 3 കുടുംബത്തിന് ഒരുമിച്ച് കഴിയാനുള്ള എല്ലാ സൗകര്യവും അകത്തുണ്ട്. അത് പറഞ്ഞപ്പോഴാ, നിങ്ങൾ തിരുവനന്തപുരത്തു നിന്നല്ലയോ? അവിടെയുള്ള ആൾക്കാർ ഇന്നലെ മുതൽ ഇവിടെ താമസമുണ്ട്. അവരുടെയും കുടുംബാമ്പലം മാടായിപ്പാറയാണ്. അപ്പോഴേക്ക് സുനന്ദ ഇറങ്ങി വരുന്നു. സുഭാഷ് ഏട്ടാ, അത് കൊള്ളാമല്ലോ. നിങ്ങളും ഇങ്ങോട്ട് പോന്നോ? അപ്പം അറിയുന്ന ആളുകൾ തന്നെയല്ലേ? അറിയാവുന്നവർ മാത്രമല്ല, ബന്ധുക്കാരും കൂടെയാ. അപ്പം ഹാപ്പി ആയിട്ട് പോവാമല്ലോ.
നിധി, ഇതിപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. സുനന്ദ എന്താ ഇവിടെ? എൻ്റെ കല്യാണം കഴിഞ്ഞാലേ അമ്മ പറഞ്ഞൊരു വഴിപാടുണ്ടായിരുന്നു. അമ്മയും അശ്വിനും വന്നിട്ടുണ്ട്. ബെസ്റ്റ്. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. നിങ്ങൾ ബന്ധുക്കളായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഇന്ന് നന്നായിട്ട് റെസ്റ്റ് എടുക്ക്. ഇത്രയും ദൂരം വന്നേ അല്ലയോ. നാളെ അമ്പലത്തിൽ വെച്ച് കാണാം. ശരി. സുനന്ദേ, നീ ആരോടാ സംസാരിക്കുന്നത്? സ്വസ്ഥമായിട്ട് മനുഷ്യനെ തൊഴാൻ പോലും സമ്മതിക്കാത്തത് കഷ്ടോ? എന്തിനാ എല്ലാവരും ഇങ്ങോട്ട് വന്നത്? ഈ തറവാട്ടമ്പലം അമ്മാവന് സ്ത്രീധനമായിട്ട് കിട്ടിയതല്ലോ. എല്ലാവർക്കും വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. എവിടെ പോയാലും അട്ടയൊട്ടുന്ന പോലെ വരുന്നുണ്ടല്ലോ. അമ്മായി ഒരുപാടങ്ങ് ഓവറാക്കല്ലേ. നിങ്ങൾക്ക് മാത്രമല്ല തറവാട്ടമ്പലം, ഞങ്ങൾക്കും അത് തറവാട്ടമ്പലം തന്നെയാ. നിങ്ങൾ എങ്ങനെയാ തൊഴാൻ വന്നേക്കുന്നേ അതേപോലെയാണ് ഞങ്ങളും തൊഴാൻ വന്നേ. അത് ഞങ്ങളുടെ അവകാശമാണ്. സുധീഷേ, നമ്മൾ തൊഴാനാ വന്നിരിക്കുന്നത്. ഓ, നിങ്ങളെപ്പറ്റി എനിക്കൊന്നും അറിയത്തില്ലല്ലോ. ഞങ്ങൾ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് വഴക്കുണ്ടാക്കാൻ തന്നെ വന്നതാണ്. എൻ്റെ പൊന്നമ്മായി അങ്ങനെയൊന്നും അല്ല. തറവാട്ടമ്പലത്തിൽ വരണമെന്നുണ്ടായിരുന്നു. എവിടെയാന്ന് പോലും അറിയത്തില്ലായിരുന്നു. പറഞ്ഞു തന്നത് വെല്ലിച്ചനാണ്. കുടുംബത്തോട് വന്ന് തൊഴുതു പോണമെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഗംഗേട്ടൻ നിങ്ങൾക്ക് അഡ്രസ്സ് തന്നോ? അതെ. എന്തിനാടാ കള്ളം പറയുന്നത്? സുനന്ദ അശ്വിനും വന്നിട്ടുണ്ടെന്നറിഞ്ഞേ മനഃപൂർവ്വം ബഹളം ഉണ്ടാക്കാൻ വന്നേല്ലയോ? അയ്യയ്യേ, നിങ്ങളുടെ തലയ്ക്ക് നല്ല സുഖമില്ലേ അമ്മായി? ഇത്രയും ആളുകൾ വണ്ടി പിടിച്ചു വന്ന് ഇവിടെ വന്ന് വഴക്കുണ്ടാക്കുന്നതിനേക്കാട്ടിലും നല്ലത് നിങ്ങളുടെ മകളെ കെട്ടിച്ചു വിട്ട വീട്ടിലേക്ക് നേരെ ചെല്ലുന്നതല്ലേ നല്ലത്. അതല്ലേ എളുപ്പം. പ്രാന്താന്നോ നിങ്ങൾക്ക്? അമ്പലത്തിൽ തൊഴാൻ വന്നേന്ന് അവർ പറഞ്ഞില്ലേ അമ്മേ? പിന്നെന്തിനാ അമ്മ ആവശ്യമില്ലാത്ത ആലോചിച്ച് കൂട്ടുന്നത്? നീയൊക്കെ ചെയ്തത് മറക്കാത്തതുകൊണ്ട്. അതെ, പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിലേ അന്നേ ചെയ്യാമായിരുന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്കടാ. അത് ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങളുടെ മകൾ ഇപ്പോഴും ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നത്. ഹരീഷേ, മതിയടാ. സുനന്ദേ, ദാ പുറത്തുണ്ട്. ദാ ഇങ്ങോട്ട് വാ. ഇത് ആരൊക്കെയാ വന്നേക്കുന്നത് നോക്കിയേ. ആ, സുഭാഷേട്ടനോ? ഹലോ, സുഖമാണോ? ഇവര് തൊഴാൻ വന്നിരിക്കുവോ? എന്താ ഇവിടെ നിൽക്കുന്നേ? അകത്തേക്ക് വാ. എന്നാ ഞങ്ങൾ ലഗേജ് എടുക്കട്ടെ. എൻ്റെ ബാഗൂടെ എടുത്തോണ്ട് വാടാ. എടുക്കടാ. ലളിത ചേട്ടനെ വിളിക്കുന്നു. എന്താ ലളിതേ, പറ. സുഭാഷിന് തറവാട്ടമ്പലത്തിൽ അഡ്രസ്സ് കൊടുത്തത് ഗംഗേട്ടനായിരുന്നു. അതെ. അതെന്തിനാ എന്നോട് പറയാഞ്ഞത്? ആദ്യം കൊടുക്കണ്ടെന്നാ വിചാരിച്ചത്. പിന്നെന്തിനാ കൊടുത്തത്? സ്വാമി നേരിട്ട് വന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? സ്വാമിയോ? ആ, സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു. ചെയ്തത് ശരിയാന്നോ എന്നൊരു ചോദ്യം. ഞെട്ടി എണീറ്റ് ഞാൻ പേടിച്ചു പോയി. വഴക്കും വക്കാണമൊക്കെ നിങ്ങളുടെ ഇടയിൽ. എനിക്കത് ബാധകമല്ലെന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും കേട്ടു. ഇനി അത് ചെയ്യാതെ ഒരു ദോഷവും വേണ്ടെന്ന് ഞാൻ കരുതി പറഞ്ഞു കൊടുത്തതാ. അമ്പലമല്ലേ, എത്ര പേര് പോയി വരുന്നു. അവരും പോയി വരട്ടെ. നമുക്കെന്താ? അല്ല, നീ ഇതെങ്ങനെ അറിഞ്ഞു? അവരെല്ലാവരും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അവിടെയോ? പിന്നല്ലാതെ. ഇവിടെ തൊഴാൻ വരുന്നവർക്ക് വാടകയ്ക്ക് കൊടുക്കുന്നത് ഒരു വീടാണുള്ളത്. ഞങ്ങൾ താമസിക്കുന്നിടത്ത് അവരും വന്ന് കയറിയിട്ടുണ്ട്. ആണോ? അഡ്രസ്സ് കൊടുത്താൽ പിന്നെ വരത്തില്ലയോ? സുഭാഷ് മാത്രമല്ല, സുഭാഷിൻ്റെ അനിയന്മാര്, സുധീഷിൻ്റെ ഭാര്യ, ഒരു ബന്ധമില്ലാത്ത ഹിന്ദിക്കാരി പോലും വന്നിട്ടുണ്ട്. ഒരു പട തന്നെ. ആകെ പോകെയുള്ള ഇത്തിരിയുള്ള സ്ഥലത്ത് അവരെയും കൂടെ സഹിക്കണേ. സമാധാനം പോയി. അവരിപ്പം തന്നെ കയറി പോകുന്ന എനിക്കറിയത്തില്ല. ഇവിടെ സുനന്ദയുണ്ട്. അവൾ സുഭാഷിനോട് സംസാരിക്കുന്നത് അവൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മതി. അവളുടെ കല്യാണം കഴിഞ്ഞാന്ന് അവനും അറിയാം, അവക്കും അറിയാം. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഗംഗേട്ടൻ ഇവിടെ വന്നൊന്ന് കണ്ടു നോക്കണം. അപ്പോഴേ എൻ്റെ അവസ്ഥ മനസ്സിലാവത്തുള്ളൂ. സുനന്ദയുടെ കാര്യം വിട്. അവളും അവനും പ്രേമത്തിലാണെന്ന് ഇവിടെ ആരെങ്കിലും അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്താലോ? അവരെ രണ്ടുപേരെയും തല്ലിപ്പിരിഞ്ഞ് പാകത്തിലാക്കാൻ ഇവർ രണ്ടുപേരും ശ്രമിച്ചാൽ എന്ത് ചെയ്യും നമ്മൾ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. നീ സമാധാനിക്ക്. ഈ സമയത്ത് തന്നെ അവരങ്ങോട്ട് കയറി വരുമെന്ന് ഞാൻ കരുതിയില്ലല്ലോ. എല്ലാം വരുത്തി വെച്ചത് ഗംഗേട്ടൻ തന്നെയാണ്. ഇനി ഇവിടെ വന്ന് അമ്പലക്കാരത്തിൽ ഇടപെടാൻ നിന്ന് എൻ്റെ സ്വഭാവം മാറും കേട്ടോ. പറഞ്ഞേക്കാം. അവർ തൊഴുതു മടങ്ങിക്കോളും. വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടെ എന്നെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ ഫോൺ വെക്കുക. പിന്നെ കാണിക്കുന്ന സുഭാഷേട്ടനും ചാന്ദിനിയും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ.